100,000-ലധികം ആളുകൾക്ക് വരെയുള്ള സദ്യ വെച്ച് വിളമ്പാൻ ശേഷിയുള്ള ഒരു അടുക്കളയുണ്ട് നമ്മുടെ കൊച്ചിയിൽ. അതാണ് അനന്തരാമയ്യർ വളർത്തിയെടുത്ത വിനായക. 90കളിലെ ഓഫീസുകളിലേക്കും ചെറിയ പാർട്ടികൾക്കും ഭക്ഷണം എത്തിക്കാൻ വേണ്ടി അനന്തരാമയ്യർ തുടങ്ങിയ വിനായകയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. സദ്യയുടെ ബ്രാൻഡ് നെയിമായി മാറി വിനായക. 58-ാം വയസ്സിൽ അനന്തരാമയ്യർ മരിക്കുമ്പോൾ വിനായക കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കേറ്ററിംഗ് സർവീസായി മാറിയിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ മഹാദേവൻ എന്ന 22 വയസ്സുകാരൻ മകന് അവിടെ പകച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു. കാരണം വിനായക ഒന്നുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വിദേശത്ത് പഠിക്കാൻ പോകാനായിരുന്ന മഹാദേവൻ വിനായകയുടെ സാരഥ്യം ഏറ്റെടുത്തു. അത് വെറുതെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓർഡേഴ്സ് കൊടുത്തായിരുന്നില്ല. ആ വലിയ അടുക്കളയിൽ ഒരുപാട് പേർക്കായി പാകം ചെയ്യുന്ന സദ്യയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വലുതും ചെറുതും എല്ലാ ജോലികളും ചെയ്തുകൊണ്ടും മേൽനോട്ടം വഹിച്ചുകൊണ്ടും അവിടുത്തെ തൊഴിലാളികൾ ഒരാളെപ്പോലെ മഹാദേവൻ വിനായകയ്ക്ക് താങ്ങും തണലുമായി. ഇന്ന് മഹാദേവൻ്റെ കൈക്കണക്കിലാണ് വിനായക സദ്യ ഉണ്ടാക്കിയെടുക്കുന്നത്. രാവിലെ 3 മണിക്ക് ഉണരും വിനായക. വലിയ വലിയ ഉരുളുകളിൽ തിളയ്ക്കുന്ന സാമ്പാറും രസവും പുളിയിഞ്ചിയും കാളനും ഓലനുമെല്ലാം മുകളിലെ അടുക്കളയിലും പായസങ്ങളും ചോറുമെല്ലാം താഴത്തെ അടുക്കളയിലുമായി രാവിലെകളിൽ വിനായകയിലെ കാഴ്ചകൾക്ക് എന്തോ ഒരു ഭംഗിയാണ്. എറണാകുളത്തുകാർക്ക് സദ്യ എന്നാൽ വിനായകയാണ്. ഓണത്തിനും വിഷുവിനുമൊക്കെ ക്യൂ നിന്ന് വിനായകയിലെ പാലട വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അത്രയ്ക്ക് ഗംഭീരമാണ് അവരുടെ പാലട. വിനായകയിൽ നിന്നും മടങ്ങുമ്പോൾ ഞാൻ പലതും പഠിച്ചു. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. 22-ാം വയസ്സിൽ വിനായക എന്ന സാമ്രാജ്യം സ്വന്തം തോളിലേറ്റി മുന്നോട്ട് നടക്കാൻ മഹാദേവൻ കാണിച്ച ധൈര്യം അതെന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കണ്ണിറുക്കി മഹാദേവൻ ചിരിക്കുമ്പോൾ മുഖത്ത് ഞാൻ കണ്ടത് എല്ലാം വെട്ടിപ്പിടിച്ച അഹങ്കാരമല്ല, മറിച്ച് ഒരുപാട് പേർക്ക് വച്ചു വിളമ്പിയതിലുള്ള ആത്മസംതൃപ്തി മാത്രം.